ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഞങ്ങളുടെ അമൃത്സർ യാത്രയെക്കുറിച്ചാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഊഹിക്കാലോ, ഞങ്ങളിത് ഡിസംബറിൽ പോയ ട്രിപ്പാണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പം അമൃത്സർ വരെ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ഞങ്ങൾ സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി കയറിയപ്പോൾ തന്നെ ജോച്ചായനും ഞാനും കഴിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അധികം ദൂരം എത്തിയില്ല, ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴേക്കും വണ്ടിയുടെ ഒരു ടയർ നല്ല രീതിയിൽ പഞ്ചറായി. പിന്നെ ഈ ഒരു യാത്ര ഭയങ്കര നല്ലൊരു യാത്രയായിരുന്നു. ഞങ്ങൾ 4 മണിക്കൂർ കൊണ്ട് അമൃത്സർ എത്തേണ്ടത് ഞങ്ങൾ കാശ്മീർ എത്തേണ്ട ടൈം എടുത്താണ് അമൃത്സർ എത്തിയത്. അത് ഈ ടയർ പഞ്ചറായപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ സൈഡാക്കി. അവിടെ നിന്ന് കുറേ ജോസാൻ്റെ നമ്മുടെ പഞ്ചർ മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് ഒരാളുടെ സഹായത്തോടെ ഞങ്ങൾ പഞ്ചറൊക്കെ മാറ്റി അവിടെ നിന്ന് വീണ്ടും യാത്രയായി. ആ സമയത്ത് നല്ലതായിരുന്നു, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ക്ഷീണമൊന്നും വന്നില്ല. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ പിടിച്ച് നോയനെ കൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുപ്പിച്ച് ഞങ്ങൾ അത് എൻജോയ് ചെയ്തു, ആ ഒരു പ്രോസസ്സ് ഫുള്ള്. അങ്ങനെ ടയറെല്ലാം റെഡിയാക്കി അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ ഞങ്ങൾക്കൊരു 1 മണിക്കൂറോളം താമസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് ഡിലേ ഇവിടെയാണ് സ്റ്റാർട്ടായത്. പിന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഡങ്കം മൂവിയിൽ കണ്ട പോലെ വീടുകളുടെയൊക്കെ മുകളിൽ കണ്ടോ, ഇപ്പോൾ ഒരു ഈഗിൾ കാണുന്നില്ലേ, അതുപോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയിൽ ഞാനൊരു റീല് കണ്ടപ്പോൾ അതിലവർ പറഞ്ഞു ഇതൊക്കെ വാട്ടർ ടാങ്ക്സ് ആണെന്നാണ്. ഓരോ ഇപ്പം കാനഡയിലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിലുള്ള വാട്ടർ ടാങ്ക്സ് ഇവർ പണിത് വെക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ധാബയിൽ നിർത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ധാബ. അപ്പോൾ ഇവിടുത്തെ ഈ ആൻറ്റിയെ കണ്ടിട്ട് ലിയാൻകുട്ടൻ അമ്മമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയത് എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ചെറിയൊരു ചായ കാച്ചിലൊക്കെ ഉണ്ടായിരുന്നു, കണ്ണാടിയൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ഡിലേ ഇവിടെയായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറേ സമയം എടുത്തു. ഈ ആൻറ്റി അങ്കിളും റിട്ടയറൊക്കെ ആയിട്ട് ഒരു മകളാണുള്ളത്. അപ്പം ടൈം പാസിന് വേണ്ടി രാവിലെ അവർ വീട്ടിലാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡവ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഫ്രഷായിട്ട് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേരുടെ രീതിയിൽ അത് എരിവില്ലാതെ എരിവിട്ട്, പാലാണേലും അതെ, ഇപ്പം നമുക്ക് കാപ്പി ചായ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിരുന്നു. വലിയ ഗ്ലാസ് പാലൊക്കെ പിള്ളേർക്ക് കൊടുത്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ആക്ച്വലി അവരുമായിട്ട് കുറേ സംസാരിച്ച് അവിടെയും ഞങ്ങൾ കുറേ സമയം ചിലവഴിച്ചു. ഞങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം അമൃത്സർ 2-3 സ്ഥലങ്ങളാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതൊരു സാറ്റർഡേ സൺഡേ കൊണ്ട് കവർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വലിയ തിരക്കൊന്നും പിടിച്ചില്ല. രാവിലെ ഇറങ്ങി പഞ്ചറൊക്കെ റെഡിയാക്കി ഇവിടുന്ന്. കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു. കട്ട്ലറ്റൊക്കെ കഴിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ, ആൻറ്റി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറേ ലേസൊക്കെ ആൻറ്റി പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത സ്റ്റോപ്പാണ് പഞ്ചർ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി റെഡിയാക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു 3/4 മണിക്കൂർ ലേറ്റായി. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ലിയാമിന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ത്രൂ ഔട്ട് ദ ജേണി. ഫുൾ ഞങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ തരുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നോവ ആ സമയത്ത് പുറകിൽ കിടന്ന് ഉറങ്ങി. നോവ യാത്രയിലുടനീളം ഉറക്കമായിരുന്നു. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ അമൃത്സർ എത്തിയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞാട്ടോ ഞങ്ങൾ അമൃത്സർ എത്തിയത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്റ്റേഷനിലാണ്, എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഞങ്ങൾ സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എയർഫോഴ്സ് സ്റ്റേഷനൊക്കെ തപ്പിപ്പിടിച്ചൊരു എയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തി. അവിടുത്തെ റൂമിൻ്റെ മുമ്പിൽ ആൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആളെത്തുന്നില്ല. വിളിക്കുമ്പോൾ അദ്ദേഹം എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അമൃത്സറിൽ ഒരു സ്റ്റേഷനല്ല, 2 എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്റ്റേഷനിലോട്ടൊക്കെ പോയി. അവിടെ സെറ്റായി ഞങ്ങൾ നേരെ ജാലിയൻവാലാ ബാഗിലേക്കാണ് പോയത്. അത് ലേറ്റ് ആക്കണ്ടെന്ന് കരുതി. കാരണം അന്നൊരു സ്ഥലമെങ്കിലും കവർ ചെയ്താലല്ലേ ഞങ്ങൾക്ക് നെക്സ്റ്റ് ടൈം മറ്റു സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ എത്തി. പാർക്കിങ്ങിൻ്റെ അവിടെ നിറയെ ആളുകളാട്ടോ ഇങ്ങനെ വരയ്ക്കാനും ബലൂണും ഫ്ലാഗും ഒക്കെ കാണിച്ച്. പിന്നെ പിള്ളേരുടെ മുഖത്ത് പെയിൻറ്റ് ചെയ്തു. ലിയാമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അനങ്ങാതെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടെ
ഞങ്ങൾക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ മിലിറ്ററി പാർക്കിംഗ് ഒക്കെ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ സ്പെഷ്യൽ പാർക്കിംഗ് ഒന്നും നോട്ടീസ് ചെയ്തില്ല. പക്ഷേ വഴികളിലൊക്കെ വഴി തിരിച്ചു വിടാൻ വേണ്ടി കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് വേറൊരു പാർക്കിങ്ങിൽ പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി ഞങ്ങൾ തിരിച്ചു വന്ന് കറങ്ങി ഞങ്ങൾ ഈ അകത്തെ പാർക്കിങ്ങിലേക്ക് കയറുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലൈനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫോറിൻ ആളുകൾക്ക് ഫോറിനേഴ്സിന് പ്രത്യേക ലൈനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടുവാണ്. മുമ്പിൽ സീറ്റ് പിടിക്കണം എന്നൊക്കെ കരുതി ഓടി. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അവിടെ ഫുൾ ആളായിരുന്നു. ഞങ്ങൾ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ഭയങ്കര ഭംഗിയായിരുന്നു. എല്ലാവരും പാട്ട് പാടുകയും നമ്മുടെ ദേശീയ ഗാനം പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സ്പിരിറ്റ് വരും. കണ്ടോ ഇദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് കണ്ടു തന്നെ ഞങ്ങൾക്ക് ആവേശം കയറുന്നുണ്ടായിരുന്നു. കുറേ പാട്ടും അതനുസരിച്ചുള്ള പെർഫോമൻസും ഒക്കെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങളൊന്ന് കേട്ട് നോക്കുക കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തത് കരുതിയത് ഗോൾഡൻ ടെമ്പിൾ രാത്രിയിൽ കാണാൻ പോകാമെന്നായിരുന്നു. അങ്ങോട്ടുള്ള വഴിയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ സ്ട്രീറ്റൊക്കെ കണ്ട് നീങ്ങി. പക്ഷെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഇഷ്യൂ ഒക്കെ വന്നു. പോകുന്ന വഴിക്ക് 2-3 തട്ടുമുട്ടൊക്കെ കിട്ടി. ഇവിടുത്തെ ഓട്ടോകളുടെ സൈഡിലൊക്കെ വലിയ ഇരുമ്പിൻ്റെ ഇങ്ങനെ കമ്പിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 1-2 തട്ടുമുട്ടൊക്കെ കിട്ടി. പിന്നെ ഒന്നാമത് ഞങ്ങൾ 1-2 സ്ഥലത്തു നിന്ന് കേരള വണ്ടി കണ്ട് വന്ന് ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ മിസ്സായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രാത്രി കരുതി അവിടുന്ന് ഞങ്ങൾ എത്തിയിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് ഞങ്ങൾ സ്റ്റേയിലേക്ക് പോവുകയാണ് ചെയ്തത്. രാത്രിയിൽ ഞങ്ങൾ ലാപ്പിനോസിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചു. ലാപ്പിനോസ് ഞങ്ങളുടെ ഫേവറേറ്റ് ആട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ പാസ്തയൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിച്ചു. He died after the battle. He might have got injured during the battle, but he died after the battle. Okay? പറഞ്ഞ എന്താ കാര്യം? അല്ലടാ, ആ ഹോഴ്സിന്റെ പുറത്തിരിക്കുന്ന ആളില്ലേ, he died during a battle. That's why horses both legs are in the air. Okay? Both front legs are in the air. Look at that. അങ്ങനെ സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. നോയ്ക്ക് ഇൻട്രോ പറയണമെന്ന് ചെറിയൊരു ആഗ്രഹം കയറിയപ്പോൾ നോ പറഞ്ഞതാട്ടോ അത്. വെൽക്കം ടു സെക്കൻഡ് ഡേ ഓഫ് അവർ അമൃത്സർ ട്രിപ്പ് എന്ന്. പിന്നെ ഹോഴ്സിനെ പറ്റി വിവരിച്ചത് അവരുടെ കാലിൻ്റെ പൊസിഷൻ വെച്ച് വാറിൻ്റെ ഇടയിലാണോ വാറ് കഴിഞ്ഞിട്ടാണോ മരിച്ചതെന്നൊക്കെയുള്ള പൊസിഷൻ ജോഷാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് പാർട്ടീഷൻ മ്യൂസിയം ആണ്. ഇത് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നതല്ല, പക്ഷേ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞങ്ങൾ കയറിയതാണ്. അവിടെ അങ്ങനെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇവിടെയും ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിശദമായിട്ടത് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടില്ല. പഴയ കാലത്ത് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നതും ആയിട്ടുള്ള കാര്യങ്ങളും അവർക്ക് നമ്മുടെ ഇന്ത്യൻസിന് കൊടുത്തുകൊണ്ടിരുന്ന ശിക്ഷ രീതികളൊക്കെ ആയിരുന്നു അതിൽ വിവരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ജോസാൻ്റെ ഒരു കോസ്മേറ്റിനെ കണ്ടു. അവർ കുറേ നാളുകൾക്ക് ശേഷമാട്ടോ അവർ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ഉണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള അംബാല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പോസ്റ്റിംഗ് വന്നിരിക്കുകയാണ്. നോയയുടെ വീഡിയോ പിടുത്തമാട്ടോ. നല്ല രസമില്ലേ കാണാൻ, തിരിഞ്ഞും പറഞ്ഞു. അന്നേരം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും വീഡിയോ എടുക്കുന്ന സീനാണ് ഈ കാണുന്നത്.
അപ്പം അവർ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ച് നേരം സ്ട്രീറ്റിലൊക്കെ കറങ്ങിയാണ് ഞങ്ങൾ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയത്. സ്ട്രീറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു ജൂനിയർ ശരത്തിനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുത്തില്ല. അതെന്താണ് വീഡിയോ എടുക്കാതിരുന്നതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു കോളേജ് വിട്ട് കഴിഞ്ഞ് കണ്ടതാണ്. PG ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫറൻസിന് വേണ്ടി അമൃത്സർ വന്നതായിരുന്നു. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കോളേജിൽ ഒരാളെ കണ്ടപ്പം. പിന്നെ ഞങ്ങൾ നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് പോയത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ കയറുന്നതിന് മുന്നേ നമ്മൾ ചെരുപ്പ് കൊടുക്കുന്ന നമ്മുടെ ചപ്പൽസ് നമ്മൾ റിമൂവ് ചെയ്യണം. ആ ഒരു സ്ഥലമാട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ തലയിൽ നമ്മുടെ ഈ തുണി നമുക്ക് ചുറ്റി അവരുടെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ വേണം. നോയയുടെ ആ ക്യാപ്പ് മാറ്റി ഞങ്ങളിതൊക്കെ ഇട്ടിട്ടാണ് അകത്തോട്ട് കയറിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഒരു ഡിസംബർ സമയമായതുകൊണ്ട് ഉച്ചയായിരുന്നേ പോലും ഞങ്ങൾക്കൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ പോയ സമയം ഭയങ്കര കറക്റ്റായിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ ചെയ്യുന്ന കണ്ടിട്ട് നോയയും അവരെ കോപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കി എന്ത് ഭംഗി അവിടുത്തെ മീനുകളെ കാണാൻ വേണ്ടി. നല്ല ക്ലിയർ വെള്ളമായിരുന്നു. അതുപോലെ ഇങ്ങനെ കുറേ മീനുകൾ, നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പിൽ ഗീതുവും വിനിച്ചേട്ടനും വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ലാസ്റ്റ് നിമിഷം അവർക്ക് ചെറിയ അത്യാവശ്യം വന്നതുകൊണ്ട് അവർ വരുന്നില്ല എന്ന് വെക്കുക കേട്ടോ ചെയ്തത്. അത്യാവശ്യം ഞങ്ങളുടെ ഇവിടുത്തെ ട്രിപ്പിനൊക്കെ അവർ പോകുമ്പോൾ ഞങ്ങൾ പോകാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ അവർ വരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ലീവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാച്ചായിട്ട് വരേണ്ട ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പലതും ഞങ്ങൾക്ക് ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കുറേ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലങ്കർ കഴിക്കാൻ വേണ്ടി പോയി. ലങ്കർ കഴിക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു അവിടുത്തെ. അപ്പോൾ ലങ്കറിലേക്കുള്ള വഴിയാട്ടോ ഇത്. അപ്പം ഞങ്ങളുടെ സൺഡേ ലഞ്ച് അവിടുത്തെ ലങ്കറായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ പഞ്ചാബിലെ ഒരു എന്താ പറയുക, അവരുടെ ഒരു രീതിയാണ് ഈ ലങ്കർ എന്ന് പറയുന്നത്. അതായത് അവർ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഈ ലങ്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില ടൈമിൽ നമ്മൾ കാറിന് നമ്മുടെ വീടിൻ്റെ പുറത്തൂടെ പോകുമ്പോൾ അവിടെ വെള്ളം അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ഫുഡായിരിക്കും അവർ തരുന്നത്. ചില സ്ഥലത്ത് ചോറ്, പനീർ കറി, അങ്ങനത്തെ പല വിഭവങ്ങളുണ്ടല്ലോ. അതായത് എന്താ പറയുക, ചെറുതായിട്ടല്ല അവർ ആ ഒരു ലങ്കർ അവർ നടത്തി. ഇപ്പോൾ ആർക്കെങ്കിലും എബ്രോഡ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ടെമ്പിളിൽ പോയി ലങ്കർ നടത്തും. അപ്പോൾ അവർക്ക് നമ്മളെ വിളിക്കാം. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ്റെ അകത്ത് ലങ്കർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ ലങ്കർ മിസ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. പിന്നെ തിരക്കൊന്നും ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങൾ നേരെ പ്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ലങ്കർ കഴിക്കാൻ വേണ്ടി കയറി. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഞങ്ങൾ അകത്ത് കയറി. കുറേ ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ അവർ വന്ന് എത്ര വെള്ളം തരും കേട്ടോ, അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൂടുതലും കഴിച്ചത് ഖീറാണ്. അവരുടെ ഖീർ ഭയങ്കര ടേസ്റ്റിയാണ്. അതാണ് ഞാൻ കൂടുതലും കഴിച്ചത്. ചപ്പാത്തി, ചോറൊക്കെ എത്ര വേണേലും അവർ തരുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ മേടിക്കണം. അതൊക്കെ ഞങ്ങൾ ബാക്കിയുള്ളവർ ചെയ്തതാട്ടോ. കാരണം നമ്മൾ ചെയ്യാതിരിക്കുന്ന കണ്ട് അവർക്കൊരു ഇഷ്ടക്കേട് തോന്നരുതല്ലോ. അങ്ങനെ വയറ് നിറയെ അവരുടെ ലങ്കർ ഞങ്ങൾ കഴിച്ചു. പിന്നെ പിള്ളേരെ 2 പേരെ കഴിപ്പിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളായിരുന്നു അവസാനം ആ റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഇങ്ങനെ ഉണ്ട്, ഇടയ്ക്ക് വന്ന് അവർ ഭക്ഷണം തരുമായിരുന്നു. അല്ലാതെ ഭക്ഷണം തരുന്നതിന് അവർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്ത് വേണേലും വയറ് നിറയെ അവർ തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും ഞങ്ങൾ ആ സ്ട്രീറ്റിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങി. സ്വീറ്റ് പൊട്ടറ്റോ കിട്ടുന്ന, ഇവരെങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി മുറിച്ച് നമുക്ക് ചെറിയ ഉപ്പും നമ്മുടെ ചാട്ട് മസാലയൊക്കെ ഇട്ട് അവർ തരും. അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അമൃത്സറിൽ നല്ല ജുത്തികൾ കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ കടകൾ കയറി ഇറങ്ങി കേട്ടോ. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും അവർ റേറ്റ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേറെ പർച്ചേസ് ഒന്നും നടത്തിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറിയത് ജാലിയൻ വാലാ ബാഗിലേക്കാണ്. ഒരു ടിക്കറ്റൊന്നും വേണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ജാലിയൻ വാലാ ബാഗ്. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു കരുതിക്കൊണ്ടിരുന്നത്. ചുറ്റി തപ്പി വന്നപ്പം ഒരു ഇടയിലായിട്ട് ആളുകളൊക്കെ കയറിപ്പോന്നു. അപ്പോഴാണ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് ജാലിയൻ വാലാ ബാഗ് അടുത്ത് തന്നെയായിരുന്നു എന്നുള്ളത്. ജാലിയൻ വാലാ ബാഗിലേക്ക് കയറിയപ്പോഴേക്ക് ഞങ്ങളെല്ലാവരും മടുത്ത അവശരായിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞൊരു സമയമായി. നല്ല വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ചെറിയ ഉറക്കവും കണ്ടോ, എൻ്റെ മുഖം കണ്ടാലറിയാം
എന്തിനിങ്ങോട്ട് കയറി എന്നുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു എനിക്ക്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങ് പോകാം, ഞങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, 2 സ്ഥലം കണ്ടു, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് വീട്ടിലെത്താനാണ് ശ്രമിക്കുക. പക്ഷേ എന്തായാലും അവിടം വരെ വന്നതല്ല, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, വേറെ വണ്ടി എടുത്ത് ട്രാവലൊന്നും ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് പിന്നെയും ഞങ്ങൾ കയറിയത്. അവിടെ ഫുൾ ഞങ്ങൾ ചുറ്റിക്കണ്ടു. ജാലിയൻവാല ബാഗിൻ്റെ ചരിത്രമൊന്നും പറയണ്ടല്ലോ, നമുക്ക് ഷൂട്ട് ചെയ്ത പ്ലേസസൊക്കെ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ കിണറ്റിലേക്ക് എടുത്ത് ചാടി, പിന്നെ അവർ വന്ന് കിണറ്റിലേക്ക് വെടിവെച്ചു, അങ്ങനെ കുറേ പേര് മരിച്ചു. ആ ഒരു കിണറാട്ടോ ഇവർ ഈ കവർ ചെയ്ത് മൂടി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കുറേ ചരിത്രങ്ങളുണ്ട് ജാലിയൻവാല ബാഗെന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പം നമ്മുടെ രാജ്യത്തോടുള്ളൊരു എന്താ പറയുക, രാജ്യസ്നേഹം നമ്മളിൽ അങ്ങ് വരും. അത്രയും എന്താ പറയുക, കാണുമ്പോൾ ഉള്ളൊരു നമുക്കൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. ഞങ്ങൾ ജാലിയൻവാല ബാഗിൽ നിന്ന് ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ, കാരണം അത്രയ്ക്കും ക്ഷീണമായിരുന്നുകൊണ്ട്. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, പക്ഷികളുടെ ചെറുപ്പം നിങ്ങൾക്ക് കേൾക്കാം. ഞാനൊരു രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എവിടെ പോയാലും ജോഷാൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവിടുത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഫ്രിഡ്ജിൽ പ്ലേസ് ചെയ്യാമെന്നുള്ളൊരു കർമ്മവും കൂടെ നടത്തി ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഞങ്ങളിവിടെ ഈ പഞ്ചാബിലെ രാജ്പുര എന്ന സ്ഥലത്ത് പോസ്റ്റിംഗ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഒത്തിരി ലക്കിയാണ്, ഒരു ട്രിപ്പിംഗ് പ്ലേസാണ്, നിറയെ സ്ഥലങ്ങളുണ്ട് അടുത്തുനിന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അടുത്തുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരത്തില്ലല്ലോ. ജോസാൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പ്ലേസ് ചെയ്ത് ഞങ്ങളുടെ യാത്രയുടെ മെമ്മറി ഞങ്ങളവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇങ്ങനെ ഉള്ള യാത്രാ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ബൈ.